എല്ലാവരും മനുഷ്യരായി ജനിച്ചവരെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നത് പുറത്താണ്. പുറത്തെന്ന് പറഞ്ഞാൽ അവർ എവിടെയായിരിക്കുന്ന ലോകമായ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ്. പള്ളികളിൽ, അമ്പലങ്ങളിൽ, മോസ്കുകളിൽ എല്ലാവരും കയറി ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ ദൈവമേ എന്നൊരു വിളി ഉണ്ടായതുപോലും നമ്മുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്നിറങ്ങിപ്പോകുന്നോ അന്നാണ് നമ്മൾ മരണപ്പെടുന്നത്. അങ്ങനെ ഒരു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ നമ്മുടെ ശരീരത്തിനെ അല്ല സ്നേഹിക്കേണ്ടത്. ശരീരത്തിന് വേണ്ടതല്ല കൊടുക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കണം. നമ്മുടെ ആത്മാവിനെ സ്നേഹിച്ചാൽ, നമ്മുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും. എന്തും നമുക്ക് ലഭിക്കും. നമുക്കൊരു കഷ്ടതയോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടിയുള്ള വിദ്യ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ക്രമീകരിച്ച് അതിനെ ചിട്ടപ്പെടുത്തി എടുക്കണമെന്ന് മാത്രം നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളാരെയും എങ്ങും തേടി പോകേണ്ടി വരില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തിനോട് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുക. ആ ദൈവത്തിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. മറ്റൊരു ദൈവവും എങ്ങും ഇല്ല. നിങ്ങളത് തേടി നടക്കുകയും വേണ്ട, അന്വേഷിച്ചാൽ കണ്ടെത്താനും പോണില്ല.